ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനീ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. രാമ 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 പാഹി മാം. രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 ദൈവമേ. രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓണം എല്ലാം കഴിഞ്ഞ മക്കളെ, എല്ലാവർക്കും ശാന്തിയും സമാധാനമൊക്കെ കൂടിയോ അതോ കുറഞ്ഞോ? എനിക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെയും ഇന്ന് പകലൊക്കെ നല്ല ഉറക്കമായിരുന്നു. അത്രയ്ക്ക് എന്തോ ഒരു ദേഹത്തിനൊരു ക്ഷീണമൊക്കെ ആയിരുന്നു. എന്തായാലും എല്ലാം ഓണമൊക്കെ നന്നായി ആഘോഷിച്ച് എല്ലാ മക്കളും അങ്ങനെ ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖം ഭവിക്കണം. എല്ലാവരുടെയും കമൻസൊക്കെ ഇടണം, അറിയണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് രാമായണം എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് ഭഗവാനെ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. ഭഗവാന്റെയാണ് മായ. എങ്ങനെയെന്ന് വെച്ചാൽ തീയിൽ എന്താ ധൂമം, പുക. അപ്പം തീയും പുകയും ഒന്ന് തന്നെയുള്ള തീ ഉണ്ടായിട്ടല്ലയോ പുകയുണ്ടായത്? അതുപോലാണ് നമ്മുടെ പരമാത്മാവിൽ നിന്നുണ്ടാകുന്ന മായ. അപ്പം ഭഗവാൻ പരമാത്മാവ് മായ ഒന്നല്ലേ എന്ന് വെച്ചാൽ ധൂമം എങ്ങനെയാ, അഗ്നിയിൽ എങ്ങനെ പുക പോലെ തന്നെ. പുക എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അഗ്നി ഉള്ളതുകൊണ്ടല്ലേ, തീ ഉള്ളത് കൊണ്ടല്ലേ. അതുപോലെ പരമാത്മാവ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ മഹാമായ ഉള്ളത്. അപ്പോൾ രണ്ടും രണ്ടാണോ? ധൂമത്തിന്, പുകയ്ക്ക് ധൂമം എന്ന് പറയുന്നത് പോലെ ഭഗവാൻ അഗ്നിയുടെ തന്നെയാണ് ആ പുക. അതുപോലെ തന്നെയാണ് പരമാത്മാവിൻ്റെ മഹാമായ. അപ്പോൾ ആ പരമാത്മാവിൻ്റെ തന്നെയാണ് ഈ പുക പോലെ, അഗ്നിക്ക് പുക പോലെ ഭഗവാന്റെ മായ. ഇപ്പം അതിൻ്റെ വ്യത്യാസം മനസ്സിലായി കാണും. അതുപോലെ തന്നെ വാരിയിൽ നുര പോലെ. വാരി വെള്ളം, വെള്ളത്തിനകത്ത് പതയുണ്ടാകും. നമ്മളൊരു ഗ്ലാസ് ചായ തന്നെ അങ്ങോട്ട് ഒഴിച്ചാൽ അത് പതയുണ്ടാകും. കടലിലെ വെള്ളത്തിനും നുര പതയുണ്ട്. എന്തിനും പത, അത് വെള്ളത്തിൻ്റെ പതയാണ്, അല്ല പത തനിയെ വരത്തില്ല. വെള്ളം ഉണ്ടെങ്കിലേ പതയുള്ളൂ. അതുപോലെ തന്നെ അഗ്നി ഉണ്ടെങ്കിലേ പുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഭഗവാനുണ്ടെങ്കിൽ മായയുണ്ട്, അത്രയേ ഉള്ളൂ. ഇപ്പം മഹാമായ വേറെ വല്ലതും ആണോ? ഭഗവാന്റെ തന്നെയല്ലേ. അത് എനിക്കിത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചാൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് വന്ന് ഇത് ശരി, ഇതിന് ഞാൻ അർത്ഥം പറഞ്ഞു കൊടുത്തില്ല. എല്ലാം ഒന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഓരോ വാക്കുകൾക്കും ചില ദിവസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അതിൻ്റെ അർത്ഥം ഇപ്പം എനിക്ക് മനസ്സിലായി. അന്ന് ഞാനിത് വായിച്ചത് പറഞ്ഞാൽ അവസാനം സമയം പോകുമ്പം പെട്ടെന്നൊരു വെപ്രാളമുണ്ട്. അതിന് ഒട്ടൊന്നും ചിന്ത വരത്തുമില്ല. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇത് ശരിയാണല്ലോ. വന്നിയിൽ ധൂമം പോലെ പോലെ, അപ്പോൾ അത് പുക പോലെ. വാരിയിൽ നുര പോലെ, വെള്ളത്തിൽ എന്താ പറയുന്ന പത പോലെ. നിന്നുടെ മഹാമായ, നിന്നുടെ പരമാത്മാവിൻ്റെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. അതുപോലെയാണ് നിന്നുടെ എന്ന് പറയുന്ന ഭഗവാന്റെ മഹാമായ. വന്നിയിൽ പുക പോലെയാണ്, വാരിയിൽ പത പോലെയാണ്, അത് നുര. അതുപോലെ അത്രമാത്രം ചിത്രം ചിത്രം. എന്ത് ഉദാഹരണമാണ് ഇത് കൊടുത്തേക്കുന്നത്? നമ്മളത് അറിഞ്ഞ് വായിക്കാത്തതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. ഇത് നിസ്സാരമായി ചിന്തിക്കാമെങ്കിൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതുപോലെ എന്ന് പറയുമ്പോൾ വന്നിയിൽ എന്ന് വെച്ചാൽ അഗ്നിയിൽ ധൂമം പുകയാണ്. അതുപോലെ നിന്നുടെ മഹാമായ വൈഭവം. അപ്പം നിന്നുടെ എന്ന് പറഞ്ഞാൽ ആരാ? ഭഗവാന്റെ മഹാമായ. ഭഗവാന്റെ തന്നെയാണ് മായ. എങ്ങനെയെന്ന് വെച്ചാൽ വാരിയിൽ വെള്ളത്തിൽ പത പോലെ. യാവൽ പര്യന്തം മായാ സമൃതം ലോകം ഓർത്താൽ താവൽ പര്യന്തം അറിയാവല്ല ഭവതത്വം. ഭഗവാന്റെ ഈ തത്വം സാധാരണ ആർക്കും അറിയാൻ പറ്റുകയില്ല.
യാവൽ പര്യന്തം, അതായത് ഏതുവരെ ഈ മായാസമൃദ്ധം ഈ ലോകം ഓർത്താൽ, ഈ ലോകത്തിൻ്റെ മായ ആയിരിക്കുന്ന ഈ സമൃദ്ധം എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാലും ഇത് അവസാനം വരെ, അതായത് അതുവരെ, ഇതെന്നാ പ്രളയം അതുവരെ, ഏത് തൊട്ട് തുടങ്ങി അതുവരെ നമുക്ക് യഥാർത്ഥം ഭഗവാന്റെ മായയോ ഭഗവാനെ തിരിച്ചറിയാൻ പറ്റുകയില്ല. പിന്നെ എങ്ങനെയാണ് അല്പമെങ്കിലും നമുക്ക് പറ്റുന്നത്? യാവൽ പര്യന്തം മായാസമൃദ്ധം ലോകം ഓർത്താൽ താവൽ പര്യന്തം അറിയാവല്ല ഭവത്തത്വം. ഇത് മനുഷ്യർക്കൊന്നും അങ്ങനെ ഏതുവരെയാണ്, ഏത് വട്ടാണോ അതുവരെ നമുക്ക് അറിയാൻ പറ്റുകയില്ല. എന്നാൽ സൽസംഗം കൊണ്ട് ലഭിച്ചിടിന ഭക്തിയോടും, ഭക്തി ഉണ്ടെങ്കിൽ, ഭക്തി ഇല്ലാത്തവർക്ക് യാതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പ്രകൃതി എന്താണ്, ഭഗവാന്റെ മായ എന്താ വെച്ചാൽ അവർക്കൊരു ചിന്തയും വരത്തില്ല. പക്ഷേ ഇത് സൽസംഗം കൊണ്ട് ഭഗവത് നാമങ്ങൾ അറിയാവുന്ന നല്ല നല്ല സജ്ജനങ്ങളുമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ അവർക്ക് ഉള്ളിലൊരു ബോധം ഉണ്ടാകും. അങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ട് ലഭിച്ചിരുന്ന ഭക്തിയോടും, അപ്പോൾ സത്സംഗം കൊണ്ട് ഭക്തന്മാരായ സജ്ജനങ്ങളുമായിട്ടുള്ള സംഘം കൊണ്ട് ഭക്തിയോടും സേവാരതന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ. അപ്പോൾ സേവാരതന്മാർ ഭഗവാനെ സേവിക്കുന്നതിൽ തൽപരമായിട്ടുള്ളവർ, അങ്ങനെയുള്ള ഭക്തന്മാരുടെ, അങ്ങനെയുള്ള മനുഷ്യരുടെ കൊണ്ട് മെല്ലെ മെല്ലെ തന്മറുകര ഏറിടുന്നതു കാലം കൊണ്ട്, ഒരുപാട് കാലം കൊണ്ട് നമുക്കും ഈ സമുദ്രത്തിൽ കിടന്ന് നമ്മൾ കിണറ്റിൽ കിടന്ന് ഉഴലുന്നത് പോലെ ഉഴലുന്നു, പക്ഷെ കര കയറാൻ പറ്റുന്നില്ല. എന്നാൽ സത്സംഗം കൊണ്ട്, ഭക്തന്മാരുടെ കൂടെയുള്ള സഹകരണം കൊണ്ടും ഭഗവത് വചനങ്ങൾ കേട്ടും 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 മെല്ലെ മെല്ലെ പോകെ നമുക്ക് ഈ സംസാര സാഗരത്തിൽ നിന്ന് മറുകര കയറാൻ പറ്റും. അതായത് ഭഗവാന്റെ തന്നെ ഒരു തോണി, അതായത് അതിൽ കയറി മറുകര കയറുന്ന ഇങ്ങനെ ഭക്തന്മാരായ തോണി, അതിങ്ങനെ ഭഗവാൻ തന്നെ നമുക്ക് ഒരു ഗുരുവായി ആരെങ്കിലും നമുക്ക് തരും. അങ്ങനെയുള്ള സത്സംഗം കൊണ്ട് അവരിൽ നിന്ന് നമുക്ക് ഓരോന്ന് മനസ്സിലാക്കി പാഠം പഠിച്ച് ഇതിൽ നിന്ന് കരകയറാം. അപ്പോൾ നമുക്ക് യഥാർത്ഥം അല്പമൊക്കെ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ജന്മം കൊണ്ടോ എത്ര ഈ പ്രളയം വരെ നമ്മൾ ജനിച്ചും മരിച്ചതാലും ഭഗവാന്റെ തത്വം മനസ്സിലാക്കാൻ ആരാലും സാധ്യമല്ല എന്നാണ് ഇതിൽ പറയുന്നത്. ജ്ഞാനപരന്മാരാം മാനുഷ ജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോര് സൽഗുരു ലഭിച്ചിടം. അങ്ങനെ ഭഗവാന്റെ ജ്ഞാനപരന്മാരായിരിക്കുന്ന മാനുഷ ജനങ്ങൾക്ക്, ഭക്തന്മാരായ ജനങ്ങൾക്ക് ഒരു എത്തുപിടിയില്ലാതെ ഭഗവാനേന്ന് പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഉള്ള ജ്ഞാനം അപ്പം നമുക്ക് അങ്ങനെ ജ്ഞാനപരന്മാരാം ഭഗവാന്റെ അറിവ് അറിയാവുന്ന സജ്ജനങ്ങളായ മാനുഷ ജനങ്ങളെ കൊണ്ട് നമ്മുടെ അജ്ഞാനം നമുക്ക് അജ്ഞാനമുണ്ട്, നമുക്കുള്ള അജ്ഞാനം മാറാനാണ് ഒരു സൽഗുരു നമുക്ക് ലഭിച്ചിടും. അതാണ് ജ്ഞാനപരന്മാരാം മാനുഷ ജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോര് സൽഗുരു ലഭിച്ചിടും. ആ സൽഗുരു വരുമ്പോൾ നമ്മളുടെ അജ്ഞാനം മാറി മാറി വരും. അവിടെ എന്തുവരും? സുജ്ഞാനം ഉണ്ടാകും. അവരുടെ അറിവ് നമുക്കിവിടെ പകർന്നു തരും. അപ്പോൾ നമ്മളും അങ്ങനെ ഒരു സൽഗുരുവിൽ കൂടെ നമുക്ക് നേടാം. അല്ലാതെ എത്ര ജന്മം ജനിച്ച് പ്രളയം വരെ നമ്മൾ ജനിച്ച് മരിച്ചിരുന്നാലും ഒരല്പം പോലും ഭഗവാന്റെ ജ്ഞാനം നമുക്ക് കിട്ടുകയില്ല. എവിടുന്നെങ്കിലും വരാതെ എങ്ങനെ കിട്ടാനാ? തനിയെ വരുന്നതല്ല. ഒന്നുകിൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ആ കഴിവ് എങ്ങനെ വെച്ചാൽ ഭക്തി കൊണ്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഒന്നിൽ, അതല്ലെങ്കിൽ ഈശ്വരൻ ഗുരുവിനെ തരും. സൽഗുരുവരങ്കൽ നിന്ന് അൻപോട് വാക്യ ജ്ഞാനം ഉൾക്കാമൽ ഉദിച്ചിടും പ്രസാദത്താൽ. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ പ്രസാദം കൊണ്ട് സൽഗുരുവിങ്കൽ നിന്ന് നമുക്ക് യഥാർത്ഥമായ ജ്ഞാനങ്ങൾ ലഭിക്കും. ഉൾക്കാമ്പിൽ ഉദിച്ചിടും. കർമ്മബന്ധത്തിങ്കിൽ നിന്ന് ആശു വേർപെട്ട് ചിന്മയ പദത്തിങ്കിൽ ആഹന്ത ലയിച്ചിടും. അപ്പോൾ നമ്മളെ കർമ്മബന്ധങ്ങളെല്ലാം വേരറ്റു പോകും. എന്തൊക്കെ കർമ്മങ്ങളാണ് നമുക്ക് ഈ ലോകത്തിലേക്കുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ നിന്നെല്ലാം മുക്തി ലഭിക്കും. കർമ്മബന്ധത്തിങ്കിൽ നിന്ന് ആഗ്രഹങ്ങളൊക്കെ പോയി വേർപെട്ട് ഭവചിന്മയ ഭഗവാനെ തന്നെ ആ ഈശ്വര പദത്തിങ്കിൽ ആഹന്ത ലയിക്കും സൽഗുരുവിൽ കൂടി. അപ്പോൾ നമ്മുടെ കർമ്മബന്ധങ്ങളൊക്കെ കുറേശ്ശെ പോയിക്കൊണ്ടിരിക്കും. അവിടെ ആര് വസിക്കും? നമ്മുടെ ഉള്ളിൽ പരമാത്മാവ്. എങ്ങനെ കിട്ടും? ഒരു സൽഗുരു മുഖാന്തരം. അപ്പോൾ അവിടെ നമ്മൾ ഭഗവാൻ ലയിക്കാനുള്ള എല്ലാം വന്നു ചേരും. ഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ട് സിദ്ധിക്കയില്ല എല്ലോ ജ്ഞാനസുഖം.
അപ്പോൾ എത്ര ജന്മം കൽപ്പകോടികൾ കൊണ്ട് പോലും തൊൽഭക്തിഹീനന്മാർക്ക്, ഈശ്വരനിൽ ഭക്തി ഇല്ലാത്തവർക്ക്, ഭക്തി ഉള്ളവർക്കാണ് ഒരു സൽഗുരുവിനെ ഭഗവാൻ കൊടുക്കും. ഭഗവാനിൽ അപ്പോൾ നമുക്കും ജ്ഞാനമുണ്ടായി ഈശ്വരങ്കൽ പദം ലയിക്കാം, ഈശ്വരപദത്തിൽ ലയിച്ചു ചേരാം. എന്നാൽ ഭക്തി ഇല്ലാതെ മൂഢനെ പോലെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് കൽപ്പകോടികൾ കൊണ്ട് സിദ്ധിക്കയില്ലയല്ലോ. എന്താണ് ജ്ഞാന സുഖം? അറിവാകുന്ന ആ വിജ്ഞാനമായിരിക്കുന്ന അറിവാകുന്ന ആ സുഖം, ആ ബ്രഹ്മലയം, പരമാത്മാവിൽ ലയിക്കുന്ന ഒരു ആനന്ദ നിർവൃതി, അത് നമുക്ക് ഒരിക്കലും സിദ്ധിക്കത്തില്ല. എന്താ? ഭക്തി ഇല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ ജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധിക്കണം. അപ്പോൾ അജ്ഞാനം മാറിപ്പോയിട്ട് നമുക്ക് എന്ത് വേണം? തൊൽബോധം, നമ്മുടെ ഉള്ളിൽ ബോധം വേണം. അത് എനിക്ക് സിദ്ധിക്കണം എന്നത് ആരാ അവിടെ പറയുന്നത്? പരശുരാമൻ ഭഗവാൻ ശ്രീരാമനോട് പറയുന്നു, എനിക്കും ഇങ്ങനെ വരണം. ഈ അമ്പും വൈഷ്ണവ തേജസ്സെല്ലാം കൊടുത്തിട്ട് അറിവ് നേടാനുള്ള എല്ലാ മാർഗവും എനിക്കും തെളിയിച്ച് തരണമേ എന്ന് പരശുരാമൻ അപേക്ഷിക്കുന്നു ശ്രീരാമ ഭഗവാനോട്. അതുകൊണ്ട് ജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധി, എനിക്കും സിദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരും പറയണം, ഭഗവാനെ എനിക്കും എൻ്റെ ഉള്ളിലിരിക്കുന്ന അറിവില്ലായ്മ, അജ്ഞാനം അത് മാറ്റി എൻ്റെ ഉള്ളിൽ വിജ്ഞാനം വരുത്തണമേ. അതാണ് മോക്ഷം. അതുകൊണ്ട് ആ തൊൽബോധം ഭഗവാനെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ അറിയേണ്ടുന്നത്, അത് എനിക്കും സിദ്ധിക്കണമേ. ആകയാൽ തൊൽപാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. പരശുരാമൻ ഇങ്ങനെയാ പറയുന്നത്. ആകയാൽ, അതുകൊണ്ട് എനിക്കും അങ്ങനെയുള്ള ബോധം സിദ്ധിക്കണം. അതുകൊണ്ട് തൊൽപാദപത്മങ്ങളിൽ, ശ്രീരാമ ഭഗവാന്റെ പാദപത്മങ്ങളിൽ സദാകാലവും ആകുലം കൂടാതെ, ഒരു വിഷമം കൂടാതെ ഭഗവാന്റെ പാദപത്മത്തിൽ ഇരുന്ന് ഭരിക്കാനുള്ള ഭക്തി എനിക്ക് സംഭവിക്കണം എന്നാണ് ശ്രീരാമ ഭഗവാനോട് പരശുരാമ പറയുന്നത് ഭാർഗവരാമൻ. നമസ്തേ എന്നിട്ട് പ്രാർത്ഥിക്കുവാണ്. നമസ്തേ ജഗൽപദേ, നമസ്തേ രമാപദേ, നമസ്തേ ദാശരഥേ, നമസ്തേ സദാംബദേ, നമസ്തേ വേദപദേ, നമസ്തേ ദേവപദേ, നമസ്തേ മഖപദേ, നമസ്തേ ധരാപദേ, നമസ്തേ ധർമ്മപദേ, നമസ്തേ സീതാപദേ, നമസ്തേ കാരുണ്യാബ്ധേ, നമസ്തേ ചാരുമൂർത്തേ, നമസ്തേ രാമ രാമ, നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമ രാമ, നമസ്തേ രാമഭദ്ര, സന്തതം നമോസ്തുതേ ഭഗവൻ, നമോസ്തുതേ ചിന്തയാ ഭവചരണാംബുജം, നമോസ്തുതേ. ശ്രീരാമ ഭഗവാനെ പരശുരാമൻ ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചു. സ്വർഗതിക്കായിട്ട് എന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം. സ്വർഗതിക്കായി, അതായത് മോക്ഷത്തിനായി എന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ. അങ്ങനെ ഭഗവാൻ ഇതെല്ലാം കേട്ടപ്പോൾ മന്ദഹാസമായിട്ട് ശ്രീരാമ ഭഗവാൻ പരശുരാമനോട് പറയുന്നു, മന്ദഹാസം പറയുന്നു, സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടി ഉള്ളിൽ എന്തൊന്ന് ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നീൻ. അദ്ദേഹം ഇത്രയെല്ലാം പ്രാർത്ഥിച്ചു, എനിക്ക് അങ്ങനെയാകണം, ഭക്തി വർദ്ധിക്കണം, ഭഗവാന്റെ പാദസേവ ചെയ്യണം, എപ്പോഴും ഭഗവാൻ സദാകാലം ഭക്തി സംഭവിക്കണം. ഇങ്ങനെ ജഗൽപദേ, നമസ്തേ രമാപദേ ഇതെല്ലാം അങ്ങോട്ട് സ്തുതിച്ചിട്ട് പറഞ്ഞു, സ്വർഗതിക്കായിട്ട് മോക്ഷത്തിനായിട്ട് എന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം. ആ പരമേശ്വരനായ ശ്രീരാമ ഭഗവാൻ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ ചെന്ന് ചേരണം. അതുകൊണ്ട് അങ്ങനെ തെളിഞ്ഞ് അത് കേട്ടപ്പോൾ ഭഗവാൻ ശ്രീരാമൻ തെളിഞ്ഞു സന്തോഷമായിട്ട് ഭഗവാൻ ജഗന്നാഥൻ മന്ദഹാസമുണ്ട് ചെയ്തു ഭാർഗവനോട് പറയുന്നു, സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടി ഉള്ളിൽ എന്തൊന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നീൻ. ഞാൻ എന്താണ് തരേണ്ടുന്നത്, അവിടെ എന്താണ് ചിന്തിച്ചത്, ശ്രീരാമ ഭഗവാനോട് എന്താ അപേക്ഷിച്ചത്, അതൊക്കെയും ഞാൻ തന്നീൻ, കൊടുത്തു. ഭാർഗവരാമൻ, അത് പരശുരാമന് എന്താ മനസ്സിലെ ആഗ്രഹങ്ങൾ അതെല്ലാം തന്നീൻ. ഭഗവാൻ പറയുന്നു, എല്ലാം ഞാൻ തന്നിരിക്കുന്നു. പ്രീതി കൈക്കൊണ്ടു ജമദഗ്നി പുത്രനും അപ്പോൾ സാദരം ദശരഥ പുത്രനോട് അരുൾ ചെയ്തു. അങ്ങനെ സാദരം ദശരഥ പുത്രനോട് അരുൾ ചെയ്തിട്ട് ഏതാനും പ്രീതി കൈക്കൊണ്ട് ജമദഗ്നി പുത്രനോടും, അപ്പോൾ ജമദഗ്നി വെച്ചാൽ പരശുരാമനോട് ഭഗവാൻ ദശരഥ പുത്രനോട് അരുൾ ചെയ്തു. പ്രീതി കൈക്കൊണ്ടിട്ട് പറയുന്നു,
ആരാ? പരശുരാമൻ. എല്ലാം തന്നേൻ എന്ന് പറഞ്ഞപ്പോൾ പരശുരാമൻ ദശരഥപുത്രനായ ശ്രീരാമനോട് പറയുന്നു, ഏതാനും അനുഗ്രഹമുണ്ട് എന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘുപതേ രാമാ കാരുണ്യാബുധേ. എന്നെക്കുറിച്ച് അല്പമെങ്കിലും ശകലമെങ്കിലും ഏതാനും അല്പം എന്നോട് അനുഗ്രഹമുണ്ട് എന്നെക്കുറിച്ച്, പരശുരാമനെക്കുറിച്ച് അല്പമെങ്കിലും കരുണ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്താ വേണ്ടേ? പാദഭക്തന്മാരിലും. ഭഗവാനെ ആരാണ് ഭക്തന്മാരായിട്ടുള്ളവർ? ഏത് ഭക്തന്മാരാണ് ഉള്ളവർ? അവരെയും, അതായത് പാദഭക്തന്മാരിലും ആരായാലും ഭഗവാനെ ഭജിക്കുന്ന ഒരു ഭക്തനെ കണ്ടു കിട്ടിയാൽ അവരിലും, പാദപത്മങ്ങളിലും ഭഗവാന്റെ പാദത്തിലും, ചേതസി സദാകാലം പരശുരാമന്റെ ഉള്ളിൽ സദാകാലവും ഭക്തി സംഭവിക്കണം. ഭഗവാനിലും ഭഗവാന്റെ ഭക്തന്മാരിലും. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരാരാ? അത് ഭഗവാന് പ്രിയനല്ലേ? അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരിലും ഭക്തി വർദ്ധിക്കണം, ഭഗവാന്റെ പാദങ്ങളിലും ഭക്തി വർദ്ധിക്കണം. ഇത് ഇരു കൂട്ടലും ഈശ്വരനിലും അതുപോലെ ഈശ്വരന്റെ ഭക്തന്മാരിലും സംഭവിക്കണം, ഭക്തി സംഭവിക്കണം എന്നാണ് ഇവിടെ പരശുരാമൻ പറയുന്നത്. അങ്ങനെ മാധവ രഘുപതേ രാമ കാരുണ്യാബുധേ. ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടണം. വിശേഷിച്ചും ഈ സ്തോത്രം, ഇവിടെ സ്തുതിച്ച സ്തോത്രങ്ങളെല്ലാം ഇന്നിപ്പോൾ ചൊല്ലിയത് എന്താ? ആരായാലും അത് ജപിക്കുമെങ്കിൽ അങ്ങനെ ഒരു പുമാനോ ഒരു സ്ത്രീയോ ആരായാലും ഭക്തനായി തത്വജ്ഞനായിടണം. വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ തൊൽപാദാംബുജ സ്മൃതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. ഭഗവാനിൻ്റെ ഭക്തനായി തത്വജ്ഞനാവുകയും വേണം. അതുകൂടാതെ വിശേഷിച്ചെന്താ വേണ്ടേ? നമ്മുടെയൊക്കെ മരണം, ശരീരത്തിന് നാശമുണ്ടാകുമ്പോൾ എന്ത് വരണം? ഭഗവാന്റെ പാദാംബുജ സ്മൃതി, ഭഗവാനോടുള്ള ആ ഓർമ്മ, ആ ചിത്തയെ സംഭവിക്കണം. നമ്മൾ ഓർമ്മയില്ലാതെ കുറേ വർഷങ്ങളിങ്ങനെ കിടക്കുന്നവരുണ്ട്, ഒരുപാട് ഒരു ലഗാനും ഇല്ലാതെ. അങ്ങനെ ആകരുതേ എന്ന് പ്രാർത്ഥിക്കുക. എപ്പോഴും ഭഗവാന്റെ പാദത്തിൽ തന്നെ നമസ്കരിച്ചിരിക്കുക മരണം വരെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ ഒരുപാട് പേരെ നമ്മൾക്കറിയാം, ഒരു ലക്കില്ലാതെ ഓർമ്മയില്ലാതെ ആരാ എന്താന്ന് ചിന്തയില്ലാതെ കിടക്കും, വെറുതെ കിടക്കും, ഉള്ളിൽ നിന്നെല്ലാം അങ്ങ് മാറിപ്പോകും. നമുക്ക് അങ്ങനെ വന്നുകൂടാ. ഒരു ഭക്തനെ ഒരിക്കലും ഭഗവാൻ അങ്ങനെ ആക്കത്തില്ലെന്ന എൻ്റെ വിചാരം. പക്ഷെ കർമ്മം പോലല്ലേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ഭഗവാനെ ഈ ദേഹം എപ്പോൾ വെടിയുന്നു അതുവരെയും ഭഗവാനുള്ള ഓർമ്മ, ആ ആ ഭക്തിയിൽ ഇരിക്കാനുള്ള ഒരു ശക്തി, ഒരു ഓർമ്മ നമുക്കുണ്ടാകണേ, സ്മൃതി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് മൃത്യു വന്നടുക്കുമ്പോൾ പാദാംബുജ സ്മൃതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. അപ്പോൾ നമുക്ക് ആനന്ദമായിട്ട് പോകാം. അതുകൊണ്ടാണ്. മറ്റേ ഒന്നും അറിയാതെ കേട്ടെന്താ കാര്യം? അവർ മരണമൊന്നും അവരറിയുന്നില്ലല്ലോ, ഭഗവാനിൽ ചേരുന്നില്ലല്ലോ, അറിയാടക്കുമല്ലേ. ഭഗവാനിൽ ചേരുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങനെ ഭക്തി പൂണ്ടു രേണുക തനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം ബുക്കിയിടിനാൻ. അപ്പോൾ അങ്ങനെ സ്മൃതി വരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ തന്നെ എന്ന് ഭഗവാൻ ശ്രീരാമൻ്റെ നിയോഗത്താൽ അങ്ങനെ പറഞ്ഞപ്പോൾ തിങ്ങനെ ഭക്തി പൂണ്ട് രേണുക തനയനും, അത്രത്തോളം ഭക്തിപൂർവ്വം രേണുകയുടെ തനയെന്ന് വെച്ചാൽ രേണുകയുടെ മകനായ പരശുരാമനും തിങ്ങനെ ഭക്തി പൂണ്ട് സാദരം ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ട് കൂപ്പി ഇങ്ങനെ ചുറ്റിനും കറങ്ങി ഭഗവാനെ വലയം വെച്ച് തൊഴുതിട്ട് പ്രീതനായി ചെന്ന മഹേന്ദ്ര ആചലം ബുക്കിടിനാൻ. ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവും അകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായി ആശ്ലേഷം ചെയ്ത ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ 2-4 ദിവസം കൊണ്ട് വായിച്ചത്. മൊത്തവും അവിടെ വഴിമധ്യേ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് നടത്തിയത്. അവസാനം ഭഗവാനിൽ നിന്ന് എല്ലാം അങ്ങോട്ട് മേടിച്ചു. എന്താ കൊടുക്കാനുള്ളത് ഇങ്ങോട്ട് കൊടുത്തു. വൈഷ്ണവ ശാപവും അതുപോലെ ഭഗവാന്റെ അനുഗ്രഹമല്ല പരശുരാമൻ അങ്ങോട്ടും മേടിച്ചു. എപ്പോഴും മരണത്തിലും ഭഗവാന്റെ ഓർമ്മ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹം കൊടുത്ത് അവസാനം ദശരഥ മഹാരാജാവ് ഈ പുത്രനെ രാമനെ ഗാഠമായി ആശ്ലേഷം ചെയ്ത് ആ വഴിക്ക് വെച്ച് തന്നെ ആനന്ദ ആശ്രപ്രകരണം ഇത്രയെല്ലാം പറഞ്ഞപ്പോൾ ഭഗവാൻ ആരാണെന്നുള്ളത് വ്യക്തമായി പരമാത്മാവായ വൈകുണ്ഠവാസിയാണല്ലോ. പെട്ടെന്ന് തന്നെ ആനന്ദാശ്രുക്കളും പൊഴിച്ച് പിതാവായ ദശരഥ മഹാരാജാവ് ആലിംഗനം ചെയ്തു ഈ മകനെ ശ്രീരാമനെ. അങ്ങനെ പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ വിവാഹം കഴിച്ചിട്ട് പോയ പോക്കാണ്. വഴിമധ്യ വെച്ചാണ് പരശുരാമനെ കാണുന്നത്.
4 ഭാര്യമാരും 4 പുത്രന്മാരും മരുമക്കളും ആയിട്ട് പോകുന്ന. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ അവിടെ അയോധ്യയിലേക്ക് പോയി സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ അയോധ്യപുരിയിൽ. ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും 4 മരുമക്കളുമായിട്ട് അവിടെ നന്നായി വസിച്ചു. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോട് വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും. അതായത് വൈകുണ്ഠത്തിൽ ഭഗവാൻ പരമാത്മാവായ ഭഗവാൻ നാരായണനും ലക്ഷ്മി ഭഗവതിയായിരിക്കുന്ന മഹാലക്ഷ്മിയും കൂടെ എങ്ങനെ വൈകുണ്ഠത്തിൽ വസിക്കുന്ന അതുപോലെ ശ്രീരാമനും സീതയും അയോധ്യാപുരിയിൽ അതുപോലെ വൈകുണ്ഠത്തിൽ എങ്ങനെയാണോ അതുപോലെ അവരും അവിടെ കഴിയുന്നു. ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ട് വസിച്ചിടിനാൻ അനുദിനം. അങ്ങനെ ആനന്ദമൂർത്തിയായിരിക്കുന്ന ഈ ശ്രീരാമ ഭഗവാൻ മായാമാനുഷവേഷം ഭഗവാന്റെ തന്നെ മായയിൽ നിന്ന് ഭഗവാൻ ശരീരമെടുത്തു ഇവിടെ വന്നു ആനന്ദം പൂണ്ട് അയോധ്യയിൽ സീതയുമായി വസിക്കുന്നു. കേകയ നരാധിപനാകിയ യുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങ് ചെൽവാൻ ദൂതനെ അയച്ചത് കണ്ടൊരു ദശരഥൻ സോദരനായി മേവിടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആദരവോട് നടന്നിടിനാരവർകളും. മാതുലൻ തന്നെ കണ്ട ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ട് വസിച്ചിടിനാരതു കാലം. അപ്പോൾ കൈകയുടെ കേകയ നരാധിപൻ, എനിക്ക് തോന്നുന്നു മാതുലൻ എന്ന് പറയുന്ന അമ്മാവനാണ്. അപ്പോൾ കൈകയുടെ സഹോദരനാണ് ഈ കേകയ രാജാവായി യുധാജിത്ത്. അപ്പോൾ കേകയ നരാധിപൻ എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങളുടെ അധിപൻ രാജാവ്. യുധാജിത്ത് ശേഷക്കാരനാണല്ലോ കൈകയുടെ മകൻ ഭരതൻ. ആ ഭരതനെ അങ്ങോട്ട് ചെല്ലാനായിട്ട് അവിടുന്ന് ആൾ പറഞ്ഞു വിട്ടു, ദൂതനെ അയച്ച്. അത് കണ്ട് ദശരഥ മഹാരാജാവ് സോദരനായി മേവിടുന്ന ശത്രുഘ്നനും കൂടെ കൂട്ടി. ശത്രുഘ്നും ഭരതനുമാണ് ഒന്നിച്ച് നിൽക്കുന്നത്. അവരെ കൂട്ടി ആദരവോട് നടന്നിരുന്നാൽ അങ്ങനെ അവർ അവിടേക്ക് പോയി. ഇവിടെ കേകയ നരാധിപൻ്റെ അടുക്കലേക്ക് അവിടെ ആൾ പറഞ്ഞു വിട്ടു. അങ്ങനെ മാതുലൻ തന്നെ കണ്ട ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ട് വസിച്ചിരുന്നാരതു കാലം. ചെന്നപ്പോൾ മാതുലൻ അമ്മാവൻ, അതായത് ഈ യുധാജിത്താകുന്ന നരാധിപൻ ഈ കുട്ടികൾ കണ്ടപ്പോൾ മോദം ഉൾക്കൊണ്ട് വസിച്ചിരുന്നാരതു കാലം. സന്തോഷത്തോടെ അവരോടെ വസിക്കുന്നു. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്ന് കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. മൈഥിലി സീതാദേവിയും നിജനന്ദനോടും ചേർന്ന്, കൗസല്യയുടെ മകനാണല്ലോ ശ്രീരാമ ഭഗവാൻ, അത് നിജനന്ദനോട് അത് ശ്രീരാമ ഭഗവാനോടും ചേർന്ന് ആരാ കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. അത്രമാത്രം സന്തോഷത്തോട് ആനന്ദപൂർവ്വം അവരും വസിക്കുന്നു. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ. പാകശാസന അമരാലയെ വാഴും പോലെ പാകശാസനൻ അതാ ദേവേന്ദ്രൻ ദേവലോകത്ത് അമരാലയെ വാഴും. ദേവലോകത്ത് വാഴുന്നത് പോലെ ആര് വാഴുന്നു? ദശരഥ മഹാരാജാവും ഈ പത്നിമാരും ഈ രാമലക്ഷ്മണന്മാർ. മറ്റൊരു ഭരതശത്രുഘ്നന്മാർ അല്ല, ഭരതനും ആരാ ശത്രുഘ്നും മാതുലിൻ്റെ അടുക്കലേക്ക് കൈകയുടെ അവിടുന്ന് ആൾ പറഞ്ഞു വിട്ടു. അവിടുന്ന് അമ്മാവൻ്റെ അടുത്തുനിന്ന് നരാധിപൻ കേകയ രാജ്യത്തെ രാജാവാണ് യുധാജിത്ത്. അദ്ദേഹത്തിൻ്റെ ശേഷാരനായിരിക്കും ഈ കുട്ടികളല്ല ഭരതൻ. മറ്റത് സ്വന്തം അനിയനാണെങ്കിലും 2 തള്ള മക്കളെങ്കിലും എപ്പോഴും ഒന്നിച്ച് നിൽക്കുന്ന അവരാണ്. ഭരത ശത്രുഘ്നന്മാർ ഒന്നിച്ച് നിൽക്കും, രാമലക്ഷ്മണന്മാർ ഒന്നിച്ച് നിൽക്കും, അങ്ങനെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അവിടേക്ക് പോയി. അങ്ങനെ അമ്മാവൻ അവിടെ സന്തോഷമായിട്ട് അവരോട്ട് അവിടെ മോദമോടെ സന്തോഷിച്ച് വസിച്ചു. അപ്പോൾ ഇവിടെ ആരെല്ലാമാണ്? മൈഥിലിയോടും അത് സീതാദേവിയോടും ശ്രീരാമനോടും കൗസല്യാദേവിതാനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. 3 ഭാര്യമാരും ഈ 2 ബാക്കി മക്കളും എല്ലാവരോട്ടും അവിടെ സന്തോഷമായിട്ട് അവരും കഴിയുന്നു സീതാദേവിയായിട്ട്. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ, അതായത് അയോധ്യാപുരിയിൽ സാകേതപുരിയിൽ സന്തോഷമായിട്ട് അവരും വസിച്ചു. പാകശാസനൻ അമരാലയെ വാഴും പോലെ, ദേവലോകത്ത് ഇന്ദ്രൻ എങ്ങനെയാ വാഴുന്നത് അതുപോലെ സന്തോഷമായിട്ട്. നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ട് തന്നുടെ ദേവിയാകിയ സീതയോട് ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിൽ അന്നീ. അങ്ങനെ നിർവികാരാത്മാവായ ഈ ഒരു വികാരമില്ലാത്ത പരമാത്മാവായ ശ്രീരാമ ഭഗവാൻ ആനന്ദമൂർത്തിയായിരിക്കുന്ന ഈശ്വരൻ നാരായണനാണ് ഈ ശ്രീരാമൻ. ആ ശ്രീരാമൻ സർവലോകാനന്ദാർത്ഥം സർവലോകർക്കും ആനന്ദം വരുത്തുവാൻ, എല്ലാവർക്കും ആനന്ദം ഉണ്ടാകാനാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത്. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ, സാധുക്കളായ ഭക്തന്മാർക്കെല്ലാം ജീവിതം നന്നായി ആഘോഷിക്കാൻ,
അത്രമാത്രം പരമാത്മാവിൽ ലയിക്കാൻ ഭക്തിപൂർവ്വം ഇരിക്കുന്ന സാധുക്കളായ ഭക്തന്മാരെ രക്ഷിക്കാനും ആനന്ദം ഉണ്ടാകാനും സർവ്വലോകാനന്ദാർത്ഥം എന്തുവന്നു മനുഷ്യാകൃതി പൂണ്ട് ഒരു രൂപമില്ലാത്ത പരമാത്മാവ് ഇവിടെ ഭഗവാന്റെ തന്നെ മായയാൽ ശരീരമെടുത്ത് മനുഷ്യ ആകൃതി പൂണ്ട് തന്നുടെ മായാദേവിയാകിയ സീതയോട് ആ മായാദേവിയും ഇവിടെ ശരീരമെടുത്ത് വന്നു സീതാദേവിയായിട്ട് വന്ന് ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിൽ അന്നിങ്ങനെ ഭഗവാൻ ശ്രീരാമനും ദേവിയായ മായാദേവിയായ സീതാദേവിയും തന്നിൽ ഒന്നിച്ചിവിടെ വാണാൻ അയോധ്യാപുരിയിൽ ഇത്യധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡ സമാപ്തം. ഇതെല്ലാം ആർക്ക് കൊടുക്കുന്നതാ ഈ ഉപദേശം? പരമശിവൻ പാർവതീദേവിക്ക് കൊടുക്കുന്നതാണ്. അതാണ് ഇത്യധ്യാത്മ രാമായണേ ഉമാമഹേശ്വര, ഉമ പാർവതി, മഹേശ്വര പരമശിവൻ, ഉമാമഹേശ്വര സംവാദം. അവർ തങ്ങളുടെ സംവാദമാണ്. ദേവി ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പരമശിവൻ. അതായത് ചോദ്യോത്തരങ്ങൾ ഉപദേശങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം ചോദിക്കുന്നത് ശ്രീരാമ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം. അങ്ങനെ ആ ഉപദേശം നമ്മളും കേൾക്കുന്നു. നമുക്ക് ഉള്ള അറിവനുസരിച്ച് നമ്മളത് മനസ്സിലാക്കുന്നു. ബാലകാണ്ഡ സമാപ്തം. നമുക്കിനി നാളെ തൊട്ട് അയോധ്യാകാന്ഡമാണ് വായിക്കാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.